നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് നിരീശ്വരവാദിയായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത് എന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം മൂകാംബികയിൽ പോകുന്നു, മാതാ അമൃതാനന്ദമയ്യെ കാണുന്നു, ബലിതർപ്പണം ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായിട്ട് MLA ആയിട്ടിരുന്ന വ്യക്തിയാണ്. 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന വ്യക്തിയാണ്. കോൺഗ്രസിൻ്റെ ഒരു ലോക്കൽ നേതാവ് പോലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് വാർത്തയും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് വി ഡി സതീശൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തതായിട്ട് വാർത്തയുമില്ല, ചിത്രങ്ങളുമില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ അദ്ദേഹം ഈ ചെയ്യുന്നതെല്ലാം വളരെ ലൗഡായിട്ടാണ് ചെയ്യുന്നത്. അത് വാർത്തയും ചിത്രങ്ങളും പുറത്തു വരാൻ വേണ്ടി തന്നെ ചെയ്യുന്നത് പോലെയുണ്ട്. ശുദ്ധരായ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന തക്കിയാണോ കോൺഗ്രസിൻ്റേത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെയാവണം. കാരണം മൂകാംബികയും അമൃതാനന്ദമയും ഈ ബലിതർപ്പണമൊക്കെ എത്രയോ കാലമായിട്ട് ഇവിടെ ഉണ്ട്. പെട്ടെന്ന് തുടങ്ങിയതൊന്നും അല്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് വി ഡി സതീശൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതിനു മുമ്പും കണ്ടിട്ടില്ല. അദ്ദേഹം ബൈബിളിലെയും ഖുറാനിലെയൊക്കെ കാര്യങ്ങൾ മനഃപ്പാഠമാക്കി ഓരോ പ്രസംഗത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ അതുപോലുള്ള ഹൈന്ദവ പുരാണങ്ങളിലെ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ ലൗഡായി ചെയ്യുമ്പോൾ കൊഴിഞ്ഞുപോയ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെയുള്ള അജണ്ടയുടെ ഭാഗമല്ലേ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊരു വി ഡി സതീശനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നിങ്ങൾ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ നോക്കുക, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയെ നോക്കുക. അവർക്ക് രണ്ടുപേർക്കും ഒരുപക്ഷെ അവരുടെ പൂർവാശ്രമത്തിൽ കുറച്ച് സംഘപരിവാർ പശ്ചാത്തലമൊക്കെ ഉള്ളവരായിരിക്കാം. അതിനാൽ അവരത് ചെയ്താലും വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ വി ഡി സതീശൻ ഇപ്പോൾ ഇതിത്ര വലിയ ലൗഡായിട്ട് ചെയ്യുന്നു. അതിൻ്റെ പിന്നിലെ അജണ്ടയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോക്കുക, മറ്റൊരു സ്ഥലത്ത് പെരുന്ന എന്ന സ്ഥലത്ത് NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സുകുമാരൻ നായർ ഇരിപ്പുണ്ട്. അപ്പോൾ സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ സമുദായ അംഗങ്ങൾക്ക് പോലും അദ്ദേഹത്തെ കണ്ണെടുത്താൽ കണ്ടുകൂടാണ്. അത്രയേറെ എതിർപ്പ് നേരിടുന്ന ഒരു വ്യക്തിയാണ്. അതൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ബൈലോ അങ്ങനെ ആയതുകൊണ്ട് മാത്രം അയാൾ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. അതിനെ ഒരിക്കലും ജനാധിപത്യപരമാണ് എന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. എന്നാൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ സമുദായ അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും നിലകൊള്ളുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സാമാന്യ ബോധമുള്ളവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ അവിടെ പോവാത്തത്. ഒരുപക്ഷെ അദ്ദേഹം വെള്ളാപ്പള്ളിയെ കാണാൻ പോലും പോയേക്കും. അപ്പോൾ ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പേരിലല്ല, വോട്ടിൻ്റെ പേരിൽ നടക്കുന്നതാണ് എന്നതിന് വേറെ തെളിവിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അമൃതാനന്ദമയി മഠവും അമൃതാനന്ദമയും ഒക്കെ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല പോയി കാണാൻ. പ്രതിപക്ഷ നേതാവാണ്. അതിനു മുമ്പ് MLA ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോഴും ഒരുപക്ഷെ മൂകാംബികയിലേക്ക് അദ്ദേഹം പോയി കാണാം. വളരെ അപൂർവമായിട്ട് പോയി കാണാം. അതിൻ്റെ വാർത്തയും വന്നിരിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് വലിയ രീതിയിൽ വാർത്തയാവുന്ന കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല. പെട്ടെന്നൊരിക്കൽ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ തങ്ങളുടെ വോട്ട് ചോർച്ച ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു പിടിക്കാനുള്ളൊരു തക്കിയുടെ ഭാഗം തന്നെയായിരിക്കാം. അല്ലാതെ പെട്ടെന്ന് തുടങ്ങിയ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ സംസ്കാരത്തോടുള്ള താല്പര്യമോ ഒന്നും ആയിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതിനകം തന്നെ മണ്ടന്മാർ, അങ്ങനെ തന്നെ പറയണം, മണ്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ എപ്പോഴും മണ്ടന്മാരാവാൻ തന്നെയാണ് അവരുടെ വിധി. സംഘികളായിട്ടുള്ളവർ പോലും ഈ സതീശൻ്റെ പ്രഹസനത്തിൽ വീണു പോയിട്ടുണ്ട്. ഇതാ കണ്ടോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെയും പേടിക്കാതെ, ഇസ്ലാമിസ്റ്റുകളെ പേടിക്കാതെ ചെയ്യുന്നത് കണ്ടോ എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകളുമായിട്ട് കൂടെ കൂടിയിട്ടുണ്ട്. അതുതന്നെയാണ് അവർ ലക്ഷ്യം വെച്ചതും അതിലവർ വിജയിക്കുകയും ചെയ്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം 102 103 സീറ്റല്ലേ UDFന് മൊത്തം കിട്ടിയത്. അതിൽ 25 സീറ്റോ 26 സീറ്റോ എന്താണ് മുസ്ലിം ലീഗിന് മാത്രമായിട്ട് കിട്ടിയത്. അവർക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്. നിലവിലെ അവസ്ഥയിൽ അവർ എത്ര പരമാവധി ശ്രമിച്ചാലും അവർക്ക് കിട്ടാവുന്ന പരമാവധിയാണ് ഈ 25 26 MLA മാർ. അത് മാറണമെങ്കിൽ ഇനിയും ഒരു 10-15 വർഷം കൂടെ എടുക്കുമെന്നറിയാം. അപ്പോൾ അത്ര കാലം കൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ വി ഡി സതീശൻ ചെയ്താലും അതിന് നേരെ കണ്ണടയ്ക്കാൻ അവർക്ക് സ്വതസിദ്ധമായിട്ടുള്ള തക്കി കൊണ്ട് സാധിക്കും. പക്ഷേ അതേ അഭ്യാസം തന്നെ കോൺഗ്രസ് ചെയ്യുമ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയാണ് എന്ന് ബോധമുള്ളവരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. അത്ര തന്നെ. അല്ലാതെ മുഖ്യമന്ത്രി ആയതിനു ശേഷം മാത്രമല്ല വി ഡി സതീശന് വിശ്വാസം വരേണ്ടത്. അതിനു മുമ്പും അമൃതാനന്ദമയും ഈ മൂകാംബിക ക്ഷേത്രവും അതേപോലെ തന്നെ ബലിതർപ്പണവും ഒക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്തൊന്നും അല്ലല്ലോ വി ഡി സതീശൻ്റെ പിതാവ് മരണപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ബലി കൊടുക്കുന്ന ചടങ്ങ് നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതിന് മുന്നേയും പറ്റുമായിരുന്നു. പക്ഷെ നമ്മളാരും കണ്ടിട്ടേയില്ല. കൂടുതൽ ശ്രദ്ധിക്കുക, തക്കിയ പല രൂപത്തിലും വരും. പല കൂട്ടരും ഈ അഭ്യാസം ഇറക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധിയും ഇത്തരം വേഷങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പൂജാരിമാരുടെ വേഷത്തിലും ഹൈന്ദവ വേഷത്തിലുമൊക്കെ ക്ഷേത്ര ദർശനവും മറ്റു പൂജകളും ഒക്കെ ചെയ്യുന്ന സംഗതികൾ. അതും ഇതേ തക്കിയുടെ ഭാഗം തന്നെയാണ്.